പ്രിയപ്പെട്ട മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ, SPC കാഡറ്റ്സ്, നമ്മുടെ ജനമൈത്രിയുടെ പ്രിയപ്പെട്ട മെമ്പർമാരെ, അപ്പൊ ഇന്ന് നമ്മൾ രാജ്യവ്യാപകമായിട്ട് രാഷ്ട്രീയ ഏകതാ ദിവസ് ആചരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ മന്ത്രിസഭയിലെ ആദ്യത്തെ മന്ത്രിയൊക്കെയായ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ദിവസം നമ്മളിങ്ങനെ ഇവിടെ ആചരിക്കുന്നത്. യൂണിറ്റിയാണ് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. അദ്ദേഹം വിഭാവന ചെയ്ത കാര്യവും അതുതന്നെയായിരുന്നു. നമ്മുടെ രാജ്യത്ത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതായത് നാനാത്വത്തിൽ അല്ലെങ്കിൽ വൈവിധ്യങ്ങളിൽ ഏകത്വം, അതായത് ഒരുപാട് കൾച്ചർ ചേർന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്താണെങ്കിൽ ഓരോ സ്ഥലത്തും, കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, അങ്ങനെ ജമ്മു കാശ്മീർ വരെ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഓരോ കൾച്ചറായിരിക്കും. ആ കൾച്ചറിനെയെല്ലാം, വിവിധ കൾച്ചറിനെയെല്ലാം ഏകപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു ഏകത്വത്തിൽ പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുപോലെ തന്നെ എടുക്കുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡിലും പല സ്ഥലത്തും പല കൾച്ചറും പലതരം ആൾക്കാരുമാണ്. അപ്പൊ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് യൂണിറ്റിയാണ്, അല്ലെ? നമ്മൾക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾക്ക് എല്ലാവർക്കിടയിലും ഒരു ഏകത്വം. നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റിക്ക് എതിരായിട്ട് നിൽക്കുന്ന മയക്കുമരുന്ന്, ലഹരി പോലുള്ള പല കാര്യങ്ങൾക്കെതിരെയും നമുക്ക് പോരാടാൻ കഴിയും. നമ്മുടെ യൂണിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള മയക്കുമരുന്ന്, മറ്റ് മാഫിയകൾ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചതുപോലെ സെപ്പറേറ്റ് ഭിന്നിപ്പിച്ച് ഭരിച്ച ഒരു ഇതായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. നമ്മുടെ വരാനിരിക്കുന്ന തലമുറ, അതായത് നാളുടെ വാഗ്ദാനങ്ങളായ നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വിഭാവനം ചെയ്യുന്നത് യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കണം. അതായത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ലഹരിക്കും നാട് ഇന്ന് നേരിടുന്ന മറ്റു വിപത്തുകൾക്കെതിരെയും നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടും എന്ന് നമ്മൾ ഇന്ന് ഇവിടെ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക. അത്രമാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും ഓടി ക്ഷീണിച്ച് കാണും. അപ്പം എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് പോവാം. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് ജനമൈത്രിയുടെ ആൾക്കാർ ഫുൾ സപ്പോർട്ടായിരുന്നു. അവരെ ആ ഒരു പങ്കാളിത്തം നമുക്ക് എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ മധുവായാലും പിന്നെ ഇവിടെയുള്ള ചേട്ടന്മാരായാലും ഓരോ സ്ഥലത്തും നമുക്ക് നൽകിയ സ്വീകരണം വളരെ എന്താ പറയണ്ടേ, അഭിനന്ദനാർഹമാണ്. അപ്പം അവർക്ക് നമുക്കൊരു പ്രത്യേക കയ്യടി കൊടുത്തൂടെ, ಅಲ್ಲೇ ಎಲ್ಲ ಸಹೋದ್ಯೋಗಿ ಬಂಧುಗಳೇ ಮತ್ತು ನನ್ನ ಪ್ರೀತಿಯ ಮಕ್ಕಳೇ, ಇವತ್ತು ರಾಜಕೀಯ ಏಕತಾ ದಿನ ಮತ್ತು ಲಹರಿಗೆ ವಿರುದ್ಧವಾಗಿ ನಾವು ಇವತ್ತು ಹೋರಾಡುವಂತಹ ಒಂದು ದಿನವಾಗಿರುತ್ತದೆ. ಮಾದಕ ದ್ರವ್ಯವನ್ನು ವಿರೋಧಿಸುವಂತಹ ದಿನವಾಗಿರುವಂತಹ ಇವತ್ತು ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಇಡೀ ದೇಶದಾದ್ಯಂತ ಎಲ್ಲಾ ಕಡೆಯಲ್ಲಿ ಇಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಆಯೋಜಿಸಿದ್ದಾರೆ. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ಮಕ್ಕಳಲ್ಲಿ ನಡೆಯುವಂತಹ ಮಾದಕ ದ್ರವ್ಯಗಳ ಸೇವನೆಯಿಂದ ಬರುವಂತಹ ಹಲವು ಅಪಾಘಾತಗಳು, ಅದರಿಂದ ಬರುವಂತಹ ತೊಂದರೆಗಳನ್ನು ಎಲ್ಲವನ್ನು ಪರಿಹಾರ ಮಾಡಿಕೊಟ್ಟು ನಮ್ಮ ಸಮಾಜ ಉತ್ತಮ ಮಕ್ಕಳು ದೇಶದ ಪ್ರಜೆಗಳಾಗಿ ಬಾಳಬೇಕು ಅಂತ ಹೇಳುವುದಾಗಿರುತ್ತದೆ ಇದರ ಮುಖ್ಯ ಉದ್ದೇಶ. ಹಾಗೂ ನಮ್ಮಲ್ಲಿ ಕಾಣುವಂತಹ ಏಕತಾ ಭಾವನೆ, ಪ್ರತಿಯೊಬ್ಬ ವ್ಯಕ್ತಿಯು ಒಬ್ಬ ವ್ಯಕ್ತಿ ಹುಟ್ಟಿದ ನಂತರ ಅವನು ಯಾವ ಸಮಾಜ, ಯಾವ ಬಂಧು, ಯಾವ ಮತ ಯಾವುದೂ ಇಲ್ಲ, ನಾವೆಲ್ಲರೂ ಒಂದಾಗಿ ಬಾಳೋಣ ಅಂತ ಹೇಳುವಂತದ್ದಾಗಿರ್ತದೆ ಇವತ್ತಿನ ಈ ಸಂದೇಶವಾಗಿರ್ತದೆ. ಆದ ಕಾರಣ ಮಕ್ಕಳೇ ಹೇಳುವಂಥದ್ದು ಇಷ್ಟೇ, ನಮ್ಮ ದೇಶವನ್ನು ಉತ್ತಮ ದೇಶವನ್ನಾಗಿ ಮಾಡುವಂಥದ್ದು ಮಕ್ಕಳಾದ ನಿಮ್ಮಲ್ಲಿರುವಂತಹ ಒಂದು ಕರ್ತವ್ಯ. ನೀವು ನಮ್ಮ ದೇಶವನ್ನು ಉತ್ತಮ ಪ್ರಜೆಗಳಾಗಿ ಬಾಳಿ ನಾವೆಲ್ಲರೂ ಒಂದಾಗಿ ಮುಂದಕ್ಕೆ ಹೋಗೋಣ, ಎಲ್ಲವೂ ರಾಷ್ಟ್ರದ ಐಕ್ಯತೆಗಾಗಿ ನಾವೆಲ್ಲರೂ ದುಡಿಯೋಣ ಅಂತ ಹೇಳುತ್ತಾ ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತಾ ಇದ್ದೇನೆ. ಜೈ ಹಿಂದ್, ಜೈ ಭಾರತ್. ബഹുമാനപ്പെട്ട നമ്മുടെ ഐക്യ അജിത് സാർ, ബഹുമാന രജീഷ് സാർ, വൈഷ്ണവ് സാർ, ശബരി സാർ, അതുപോലെ തന്നെ എസ്ഐമാർ, നമ്മുടെ ഈ പരിപാടി വളരെ ഗംഭീരമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങളോട് സഹകരിച്ച കുറേ വ്യക്തികളുണ്ട്. അതിലെല്ലാവർക്കും ഓരോരുത്തരുടെ പേരെടുത്ത് പറയാതെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് പരിപാടി വെച്ചാലും ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നത് നമ്മുടെ ജനമൈത്രിയുടെ കുറച്ച് പേരുണ്ട്. ഇന്ന് കുറേ ആൾ വന്നു, ഷഹീർ, അനീത്ത, അബ്ബാസ് ഷാ, ഇവർ ഏത് പരിപാടി വെച്ചാലും ഞങ്ങളുടെ കൂടെയുണ്ട്. എന്ത് സാഹചര്യത്തിൽ എന്ത് ഇതാക്കണം അവരോടും പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കൾ, SPCയുടെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വളരെ സാറ് പറഞ്ഞതുപോലെ വളരെ വിജയകരമായിട്ട് നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചു. അവർക്കും
ഞങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ പോലീസുകാർ ആരും ഈ വൈറ്റ് ഡ്രസ്സ് മാറരുത്. സ്റ്റേഷനിൽ പോയിട്ട് ഒരു പ്രതിജ്ഞ വേണ്ടി ഒരു ഫോട്ടോയും കൂടി എടുക്കാറുണ്ട് നമ്മളെ പോലീസുകാർ. അപ്പം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് റിഫ്രഷ്മെന്റും കാര്യങ്ങളും ഏർപ്പെടുത്തുന്ന മാടാ അമ്പലത്തിനും അതുപോലെ തന്നെ 1000 ജമാഅത്ത് പള്ളിയും അതുപോലെ ഇൻഫന്റ് ചർച്ചിനും അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിനും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെ, കുട്ടികളെ, STCയുടെ ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിനമാണ്. അതോടനുബന്ധിച്ച് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ നേതൃത്വം നൽകി നമ്മുടെ പുതിയ തലമുറ ലഹരിയിൽ അടിമപ്പെട്ട് അങ്ങനെ നശിച്ചു പോകുന്ന ഒരു വിഭാഗത്തെ, അതല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മാട ശ്രീ അറസ് മഞ്ചിഷ്നാർ ക്ഷേത്രത്തിൽ നിന്നും തുടക്കം കുറിച്ച് ഇവിടെ ഉദ്യാനം 1000 ജമാഅത്ത് പള്ളിയുടെ അങ്കണത്തിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ സ്വീകരണവും നൽകി അതോടൊപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഒപ്പം നിങ്ങൾക്ക് അഭിനന്ദനവും അറിയിക്കുകയാണ്. രാഷ്ട്രീയ ഏകതാ ദിനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം പല നാട്ടുരാജ്യങ്ങളായിരുന്ന കാലത്ത് അതിനെ ഒരു കൊടിക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ രാജ്യത്തെ നാട്ടുരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഒരു യൂണിയനാക്കി മാറ്റി നമ്മുടെ രാജ്യം ഒരു ദേശമായി മാറിയ ദിനമാണ് ഇന്ന്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും രാജ്യത്തിന്റെ പൗരന്മാരുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത് നാം ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരൊറ്റൊരു ഭാവമാണ്. ഇന്ത്യക്കാരാണ് എന്നുള്ള ഭാവത്തിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾ മുഴുവനും നമ്മുടെ സഹോദരന്മാരാണെന്നുള്ള ഭാവത്തോടുകൂടെ എല്ലാവർക്കും നന്മകൾ വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ നമ്മൾ പ്രവർത്തിക്കേണ്ടതും ചെയ്യേണ്ടതുമാണ്. എല്ലാവിധ ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടെ കൂടിയ ജനങ്ങൾ, ഇന്ന് നല്ലൊരു ഇതാണ്. മാടയെന്ന് ഏത് സോഷ്യൽ മീഡിയ എടുത്താലും ലഹരി 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 എന്നുള്ള മാരകമായ വിപത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ഒരു സന്ദേശം കൈമാറിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം 2 വർഷം മുമ്പ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ ഈ ലഹരിക്കെതിരെ നടന്നുപോയ വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഓരോ വീട്ടിലും എന്റെ വീട്ടിൽ എന്റെ മകൻ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ ഉമ്മ ഉപ്പ ആരും എല്ലാവരും നല്ലവനാണെന്ന് വിചാരിച്ച് നടന്നാൽ ഏതെങ്കിലും ഒരു ലഹരിന്റെ അടിമയായിരിക്കും അവൻ നാളെ. അതുകൊണ്ട് എല്ലാവരും ഈ ലഹരിക്കെതിരെ, ഞാൻ ലഹരിന്റെ ഈ സന്ദേശം എന്ന് പറയുമ്പോൾ എവിടേക്കും എത്തുന്നു. കാരണം ഇതാണ് ഇപ്പോ മാരകമായി ഉള്ള വിപത്ത്. അതുകൊണ്ട് ഈ ലഹരിക്ക് ഒന്നിച്ച് ഈ നടത്തം മാത്രമല്ല, അതിന്റെ സന്ദേശം മൊത്തം ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു സന്ദേശമായിരിക്കും. അത് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണമെന്നുള്ള മാത്രം ഒരു സന്ദേശം പറയുന്നു. ജയ് ഹിന്ദ്. മഴ മാറിയിട്ടുണ്ട്. അടുത്ത സ്ഥലത്തേക്ക്